ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമിഴിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ഒരു പഴയ നിയമ ഉടമ്പടിയുടെ കാലത്ത് നിന്ന് പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ക്രിസ്തുവിൽ നവീകരിക്കപ്പെടുമ്പോൾ, പുതിയ ഉടമ്പടിയുടെ ഭാഗമായി തീരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണ് കരിപ്പിടിപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കേണ്ടതെന്നും വ്യക്തമായ ധാരണയും ബോധ്യവും നമുക്കുണ്ടാകണം. പലപ്പോഴും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ പിന്നാലെ പായുമ്പോൾ കേവലാചാരമായി ക്രൈസ്തവ ജീവിതം അധപ്പതിക്കുന്നുണ്ട്. പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഭക്താഭ്യാസങ്ങളിലും ആചരണങ്ങളിലും മുഴുകുക എന്നത് മാത്രമായി തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നുണ്ട് പലപ്പോഴും. എങ്ങനെയാണ് പൂർണ്ണാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കാനാവുക? എങ്ങനെയാണ് ക്രിസ്തു മാർഗത്തിൽ പുരോഗമിക്കാനാവുക? ജീവിതത്തെ എങ്ങനെയാണ് ആധ്യാത്മികമായി പരിവർത്തിപ്പിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയോ ബോധ്യമോ ഇല്ലാതെ പോകുന്ന അനേകരെ നമുക്ക് വിശ്വാസ വഴി കണ്ടുമുട്ടാൻ പറ്റും. സുവിശേഷ പ്രഘോഷണങ്ങളിൽ പോലും പലപ്പോഴും ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ തടവറയിലേക്ക് മനുഷ്യനെ ഒതുക്കുകയും അതിന്റെ മൂല്യാർത്ഥത്തെ തിരിച്ചറിയാതെ ജീവിതത്തെ നയിക്കുകയും ചെയ്യാൻ ഇടയാക്കും വിധം പരിമിതമാക്കപ്പെട്ടതാണ് എന്ന കാര്യം നമുക്ക് നിഷേധിക്കാനാകില്ല. അത്തരത്തിലൊന്നാണ് സാബത്ത് ആചരണവുമായി ബന്ധപ്പെട്ട കാര്യം. സാബത്ത് ആചരിക്കുക എന്നത് പരമപ്രധാനമാണ്. കർത്താവ് കൽപ്പിച്ച കാര്യമാണ്. പഴയ നിയമത്തിലാണ് സാബത്തിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വിവരണം നമുക്ക് കേൾക്കാൻ പറ്റുക. സാബത്ത് വിശ്രമത്തിനുള്ള ദിവസമാണ്. 6 ദിവസം അധ്വാനിക്കുന്ന ദൈവം 7-ാം ദിവസം അധ്വാനം പൂർത്തീകരിക്കുന്നു, വിശ്രമിക്കുന്നു. 3 ഭാഗങ്ങളിലായി നമുക്ക് ഈ സാബത്താചരണത്തെ കാണണം. 1, അത് പഴയ നിയമകാലത്ത് എങ്ങനെയായിരുന്നു. 2, ക്രിസ്തുവിൽ അതെങ്ങനെയാണ് പരിവർത്തിതമാകുന്നത്. 3, സഭ എന്താണ് ഞായറാഴ്ച ആചരണങ്ങളെ കുറിച്ച് നമ്മോട് പറയുന്നത്. ആ സാബത്താചരണം പ്രയോഗവൽക്കരിക്കേണ്ടത് എങ്ങനെയാണ്? ഇത്തരത്തിലൊരു പരിശോധന നമുക്ക് ആവശ്യമുണ്ട്. പഴയ നിയമകാലത്ത് സാബത്താചരണത്തെ കുറിച്ച് പറയുന്നത് 6 ദിവസം നീ അധ്വാനിക്കുക, 7-ാം ദിവസം വിശ്രമത്തിലേക്ക് പ്രവേശിക്കണം. ഒരു സാബത്ത് വിശ്രമത്തിലേക്കാണ് നമ്മുടെ യാത്ര. ജീവിതം കർത്തൃസന്നിധിയിൽ ഒരു വിശ്രമത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ളതാണ്. സമ്പൂർണമായ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയമായും ഈ ഭൂമിയിൽ നാം വിശ്രമത്തിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്ന് വചനം പറയുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെ തിരുവചനങ്ങളിൽ സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കുക, 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക, എന്നാൽ 7-ാം ദിവസം കർത്താവിന്റെ സാബത്താണ്, അന്ന് നീ ഒരു ജോലിയും ചെയ്യരുത്. പുറപ്പാട് പുസ്തകം നമ്മോട് പറയുന്നത് 7-ാം ദിവസം ദൈവത്തിന്റെ വിശ്രമ ദിനമാണ്, അന്ന് നീ ഒരു ജോലിയും ചെയ്യരുത്, ദൈവത്തോടൊപ്പം ആയിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടൊരു ദിനമാണെന്നാണ്. ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള ഒരു അടയാളമായിട്ടാണ് സാബത്ത് നിലകൊള്ളുക. ഈ പഴയ നിയമ സാബത്ത് നമുക്ക് നിയമാവർത്തന ഗ്രന്ഥത്തിലും കാണാം. എന്നാൽ ഈ സാബത്തിനെ, പഴയ നിയമ സാബത്തിനെ പൂർത്തീകരിച്ചുകൊണ്ട് ക്രിസ്തു പഠിപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 27, 28 തിരുവചനങ്ങളിൽ സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല, മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണ്. ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട സാബത്ത് എന്ന സവിശേഷമായ ആചരണത്തെക്കുറിച്ചറിയണം. സാബത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ദൈവം അഭിലഷിക്കുന്നത്, സാബത്തിലൂടെ എന്താണ് നാം അനുഭവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 2169 സാബത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 7 ദിവസത്തെ അധ്വാനത്തിന് ശേഷം, സകല സൃഷ്ടിക്കും ശേഷം ദൈവം വിശ്രമിക്കുന്നു, കർത്താവിന്റെ സാബത്താണത്. പുറപ്പാട് പുസ്തകത്തിലെ 20-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കാറ്റക്കിസം ഇത് പറയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ വിശ്രമ ദിനം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സൃഷ്ടിയുടെ പൂർത്തീകരണത്തിന്റെ ദിവസം എന്ന നിലയ്ക്ക് ദൈവത്തോടു കൂടെയായിരിക്കാൻ മനുഷ്യനെ ദൈവം വിളിക്കുന്നൊരു ദിവസമായും, ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് ബോധ്യത്തിലെത്തിച്ചേരാൻ വേണ്ടിയും സാബത്താചരണം നാം നടത്തേണ്ടതുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 2170 പറയുമ്പോൾ അവിടെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് മാത്രമല്ല വിവക്ഷിക്കപ്പെടുന്നത്, അത് പുറപ്പാട് സംഭവത്തെക്കുറിച്ച് കൂടിയാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുത്ത ദൈവം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് കൂടി അനുസ്മരിക്കുന്ന ഒരു ദിവസമാണെന്ന് നിയമാവർത്തന ഗ്രന്ഥം 5-ാം അധ്യായം 15-ാം തിരുവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് കാറ്റക്കിസം നമ്മെ പഠിപ്പിക്കുകയാണ്. സൃഷ്ടിയുടെ പൂർത്തീകരണത്തിന്റെ ദിവസമാണ്, വിശ്രമദിനമാണ്. ഒപ്പം തന്നെ ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചതിന്റെ ഓർമ്മ കൂടി ഈ സാബത്തിനകത്ത് അടങ്ങിയിരിപ്പുണ്ട് എന്ന് സഭ നമ്മോട് പറയുന്നു. അതുകൊണ്ട് തിരിച്ചറിയേണ്ട കാര്യം, 1, സൃഷ്ടിയുടെ പൂർത്തീകരണത്തിന്റെ വിശ്രമവുമായി ബന്ധപ്പെട്ടാണ് ദൈവം വിശ്രമിക്കുന്ന ദിനമെന്ന നിലയ്ക്കാണ്. 2, അത് വിമോചനത്തിന്റെ ദിനമായിട്ടാണ്. മാനുഷികതര പരിമിതികൾക്കകത്തു നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുന്നതിന്റെ അടയാളമായിട്ട് കൂടി സാബത്തിനെ നാം കാണണം.
നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കേവല പ്രവൃത്തികളിൽ മുഴുകിപ്പോകുന്നവരാണ്. സാധാരണ ജീവിതം പലപ്പോഴും അടിമത്തമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ജീവിതം ദുർവഹമായ ഭാരമായിട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെ ലോക ജീവിതത്തിന്റെ കെട്ടുകളിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന്റെ അടയാളമായിട്ട് ഈ പുറപ്പാട് സംഭവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടുകൂടിയാണ് കർത്താവിന്റെ ദിനം ആചരിക്കുക എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുക. പുറപ്പാട് പുസ്തകം 31:16 പറയുമ്പോൾ ഈ ഓർമ്മപ്പെടുത്തലുണ്ട്. ഇങ്ങനെ ദൈവം നൽകുന്ന ഒരു അടയാളമായിട്ട് സാബത്തിനെ നമ്മൾ കാണണം, ആചരിക്കേണ്ട ഒരു ദിനമാണെന്ന് പുറപ്പാട് 31:16 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഓർക്കണം, ഒന്ന്, സൃഷ്ടിയെ സംബന്ധിച്ച ബോധ്യത്തിൽ എത്തിച്ചേരാൻ ദൈവമാണ് നമ്മുടെ സൃഷ്ടാവെന്നും അവിടെ നിന്ന് 6 ദിവസം കൊണ്ട് സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ രൂപപ്പെടുത്തിയെന്നും അവിടെ നിന്ന് വിശ്രമത്തിലേക്ക് പ്രവേശിച്ചതിനെ നമ്മൾ ഓർക്കുന്നുവെന്നും നാം പറയുമ്പോൾ നമ്മുടെ ജീവന്റെ നിയന്താവും നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ അനുസ്മരിക്കുന്ന ഒരു ദിനം എന്ന നിലയ്ക്ക്, ഒപ്പം തന്നെ ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിന്റെ ഓർമ്മയായി പുറപ്പാട് സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടും സാബത്ത് ആചരിക്കണമെന്നാണ് നിയമഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കാറ്റക്കിസം അത് നമ്മോട് പറയുന്നുണ്ട്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 2172 പഠിപ്പിക്കുമ്പോൾ വിശ്രമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ മാതൃകയിലാണ് മനുഷ്യന്റെ പ്രവൃത്തി. ദൈവം സൃഷ്ടികർമ്മത്തിലാണ്, ദൈവം സൃഷ്ടാവാണ്. അവിടുത്തെ കരവേലയായ നമ്മളും അവിടുത്തെ പ്രവൃത്തികൾ തുടരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ അധ്വാനം. അതുകൊണ്ട് നമ്മുടെ അധ്വാനത്തെ വേറിട്ട് കാണാനാവില്ല. അങ്ങനെ അധ്വാനിക്കുന്ന നമ്മൾ ക്രമേണ ജോലിയിലും പണത്തിലും അടിമപ്പെട്ടവരായിട്ട് മാറും. കാറ്റക്കിസം അത് ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ജോലി നമ്മെ ഭാരപ്പെടുത്തുകയും അടിമപ്പെടുത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പണമാണ് പ്രധാനമെന്ന് വരും. സമ്പത്ത് നമ്മെ അടിമപ്പെടുത്താൻ തുടങ്ങും. ഇതിനെതിരെ പ്രതിഷേധം എന്ന നിലയ്ക്കാണ് യഥാർത്ഥത്തിൽ സാബത്തിന്റെ ആചരണമെന്നാണ് കാറ്റക്കിസം 2172 ഖണ്ഡിക പഠിപ്പിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും, പലപ്പോഴും നമ്മൾ ഈ ലോകത്തിന് വിധേയരായി പോകുന്നത് ഈ 2 കാര്യങ്ങളിലാണ്. ഒന്ന്, നമ്മുടെ അധ്വാനം നമ്മെ ഭാരപ്പെടുത്തും. നമുക്ക് സമയമില്ല, ഒന്നിനും നേരമില്ല, ജോലിയാണ് പരമപ്രധാനം എന്നതിലേക്ക് വരും. അധ്വാനം മുഖേനയാണ് ജീവിക്കേണ്ടത്, മാനവർ പുരോഗതി കൈവരിക്കേണ്ടത്. അതേസമയം ഈ അധ്വാനം തന്നെ നമ്മെ കീഴ്പ്പെടുത്തിയാലോ, നന്മകൾ ചില സമയങ്ങളിൽ അധികരിച്ചു പോകുമെന്ന് പറയുന്നത് എങ്ങനെയാണ്? നന്മയുടെ ഒരു പ്രവൃത്തിക്കകത്ത് നമ്മൾ ഉടക്കി പോകും. അതിന്റെ മൂല്യവത്തായ, അതിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ മറന്ന് അത് ഈ പ്രവൃത്തിക്കകത്ത് അത് അഭിരമിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രവൃത്തിക്കകത്ത് അഭിരമിക്കുമ്പോൾ ആ പ്രവൃത്തി നമ്മുടെ നന്മയെ തന്നെ മൂടിക്കളയും. ആ നന്മ പരമപ്രധാനമായി കരുതേണ്ട ഹൃദയഭാവം നഷ്ടപ്പെടും. അപ്പൊ ആചരണങ്ങളിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പരമപ്രധാനമായി കാണുമ്പോൾ അതിനകത്തുണ്ടാകേണ്ട സ്നേഹം എന്ന കാര്യവും കരുണ എന്ന കാര്യവും നഷ്ടപ്പെട്ടു പോകും. പല തർക്കങ്ങളിലും വിവാദങ്ങളിലും ഒക്കെ നമുക്ക് കാണാവുന്നത് ഈ ആചാരങ്ങൾ കൃത്യമായി നടന്നു പോകുന്നില്ലല്ലോ എന്നൊരു കാര്യമാണ്. ഒരിക്കൽ ഇടവകയിലുണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. പള്ളിയിൽ തിരുനാളുമായി ബന്ധപ്പെട്ട് പ്രദക്ഷിണം നടക്കുക. പ്രദക്ഷിണം നടക്കുമ്പോൾ വലിയ തിരക്കും ബഹളമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കപ്പ്യാരെന്ന് വെച്ചാൽ കഠിനമായി ജോലി ചെയ്യേണ്ടി വരുന്നൊരു സമയമാണ്. അങ്ങനെ ഒരു സമയത്ത് കുരിശുമെടുത്ത് എല്ലാവരും ഇറങ്ങുന്നു. അത് വെള്ളിക്കുരിശും സ്വർണ്ണക്കുരിശും ഒക്കെ എടുക്കുന്നു. അങ്ങനെ വെള്ളിക്കുരിശെടുത്തപ്പോൾ ഈ വെള്ളിക്കുരിശിലുള്ളത് പർപ്പിൾ കളറിലുള്ള ആഭരണമായിപ്പോയി. സാധാരണ ഇടേണ്ട വെള്ളി നിറത്തിന് പകരം അത് പർപ്പിൾ കളറായിപ്പോയി. ഏതോ ഒരു മരണാവശ്യവുമായി ബന്ധപ്പെട്ട് കുരിശെടുത്തപ്പോൾ വന്നൊരു കുഴപ്പമാണ്. പ്രദക്ഷിണം ഇറങ്ങി കുറച്ചങ്ങ് പോകുമ്പോഴത്തേക്കും ഒരാൾ ഓടിക്കതച്ച് അച്ഛൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും കണ്ടെത്തുന്ന ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അച്ഛോ എന്തായി പറ്റി? അച്ഛൻ ചോദിച്ചു, എന്ത് പറ്റി? പക്ഷെ എന്തൊക്കെയായി കാണുന്നത്? അച്ഛൻ പറഞ്ഞു, എന്താ കാണുന്നതെന്ന് പറയും. അച്ഛൻ കുരിശ് കണ്ടു. ഞാൻ കുരിശ് കുറെ നാളായിട്ട് കാണുന്നുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛനത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കുറെ നാളായിട്ട് കുരിശ് കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എന്താ ഈ പറയണേ? ആ ഇട്ടേക്കണ പർപ്പിൾ കളർ കണ്ടോ? വെള്ളി ഇടേണ്ടതല്ലേ? അച്ഛൻ പറഞ്ഞു, സാരമില്ല. സാരമില്ലെന്നോ? ആചാരങ്ങൾ തെറ്റുകയാണ്. അച്ഛനറിയാം കപ്പ്യാർക്ക് തിരക്കിനകത്ത് പറ്റിയൊരു അബദ്ധമാണെന്നും ഈ വെള്ളിക്കളറുള്ള ആഭരണം ഇടാൻ മറന്നുപോയതാണെന്നും അച്ഛന് മനസ്സിലായി. അവിടെ സ്നേഹം ലംഘിക്കപ്പെടുകയും സന്തോഷം ലംഘിക്കപ്പെടുകയും ഒരു അബദ്ധത്തെ അബദ്ധമായി കാണാനുള്ള മനോഭാവം ഇല്ലാതെ പോവുകയൊക്കെ ചെയ്യുന്നവിടെയാണ് കാർക്കശ്യം ഉണ്ടാകുന്ന ആചാരങ്ങൾ. അങ്ങനെ യഥാർത്ഥത്തിൽ സന്തോഷവും സ്നേഹവും ക്ഷമയും ഒക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു കുരിശ് ഒരു തർക്ക വിഷയമായിട്ട് മാറുക. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിലും വിശ്വാസ വഴിയിലും ഒക്കെ കണ്ടുമുട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
നിഷ്ഠകളും നിയമങ്ങളും ഒക്കെ വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കർക്കശ സ്വഭാവമുള്ളവരായിട്ട് മാറുന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരും വിധിക്കുന്നവരുമായിട്ട് മാറിപ്പോകുന്നു. അവിടെ ആത്മാവ് നഷ്ടപ്പെടുക. ആത്മാവ് എന്താണ്? മനുഷ്യന് വിശ്രമം ആവശ്യമുണ്ട്. മനുഷ്യൻ പണത്തിനടിമയാകരുത്, അധ്വാനത്തിന് കീഴ്പ്പെട്ടു പോകരുത്. അതിനേക്കാൾ ഉപരിയാണ് മനുഷ്യൻ. അധ്വാനം ചരക്കാണെന്ന് പറയുമ്പോൾ മനുഷ്യൻ വെറും യന്ത്രമായിട്ട് മാറിപ്പോവുക. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവിതം. ജോലിയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവിതം. ജീവിക്കാൻ വേണ്ടിയാണ് ജോലി എടുക്കുന്നത്. പക്ഷെ ജോലി തന്നെ ജീവിതമായി പോകുമ്പോൾ ജീവിതം നഷ്ടപ്പെട്ടു പോയി കൂടാ. പണം ഉണ്ടാക്കണം, പണം ആവശ്യമുണ്ട്. പക്ഷെ പണത്തിന് വേണ്ടി മാത്രമായി പോകരുത് ജീവിതം. അപ്പോ പണം നമ്മെ ഭരിക്കാൻ തുടങ്ങും. ശാപത്തിന്റെ ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടത് ഇത്തരത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുന്നതൊന്നും ഉണ്ടായിക്കൂടാ. നമ്മെക്കാൾ ഉപരിയായി ഒന്നും ഉണ്ടായിക്കൂടാ. ശാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല. മർക്കോസ് സുവിശേഷം 2:27-28 ഓർക്കണം. മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല. അപ്പൊ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള തർക്കങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. ചിലരോ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒന്നുമേ ചെയ്യുന്നില്ല, അവർ മുഴുവൻ സമയവും ബൈബിൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലരാകട്ടെ കുർബാന കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു എന്ന മട്ടിൽ ജീവിതത്തിലേക്ക് തിരികെ പോകുന്നു. അവർ അധ്വാനങ്ങളിലേക്കും വിശ്രമരഹിതമായ ജീവിതത്തിലേക്കും പോകുന്നു. ആധുനിക കാലത്ത് 6 ദിവസം അധ്വാനിക്കുന്ന ഒരു കുടുംബത്തിനകത്ത് അവർക്ക് കഴുകാനും ഉണക്കാനും വീട് വൃത്തിയാക്കാനും ഒക്കെ ഉള്ള ദിവസമായിട്ട് ഈ ഞായറാഴ്ച മാറുന്നു. അധ്വാനം കൂലിയില്ലാത്തതാണെങ്കിലും ചെയ്യേണ്ടി വരുന്നു. നിവൃത്തികെട്ടൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം 6 ദിവസം ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു, മക്കൾ പഠിക്കാൻ പോകുന്നു, ആർക്കും ഒഴിവില്ല. 7-ാം ദിവസം അവർ ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റേണ്ടി വരുന്നു. അവിടെ കർമ്മം ചെയ്യുന്നു എന്ന ഭാരത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടത് പാരസ്പര്യമുള്ള ഒരു ബന്ധത്തിനകത്ത് ആ പ്രവർത്തികളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. പരസ്പരം സ്നേഹപൂർണമായി ഒരാളെ സഹായിക്കുന്നതായി പരസ്പരം പങ്കുവെക്കുന്നതായി മാറുമെങ്കിൽ ഈ അധ്വാനവും സന്തോഷമായിട്ട് മാറും. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ പണത്തിനടിമപ്പെടരുത്, നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മൾ അടിമപ്പെട്ടു പോകരുത്. അതിനേക്കാൾ ഉപരിയായി നമുക്ക് നമ്മെ കാണാൻ പറ്റണം, അവരനെ കാണാൻ പറ്റണം. അതാണ് ശാപത്തിനകത്ത് ഉണ്ടാകേണ്ട ഒരു മനോഭാവം എന്നതിനെ കുറിച്ചാണ് മർക്കോസ് സുവിശേഷം പഠിപ്പിക്കുന്നത്. യേശുവിന്റെ ചരിത്ര ജീവിതകാലത്ത് യേശു വിമർശിക്കപ്പെട്ടൊരു കാര്യമാണ് ശാപത്ത് ലംഘനം. ശാപത്ത് യേശു ലംഘിക്കുന്നുവെന്നാണ് പൊതുവെ അവർ ധരിച്ചത്. കാരണം അന്ന് യേശു സുഖപ്പെടുത്തുന്നു, അന്ന് രോഗികളെ വിമോചിപ്പിക്കുന്നു, പൈശാചിക ബാധകൾ ഒഴിവാക്കുന്നു. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 6 മുതൽ 11 വരെ തിരുവചനങ്ങളിൽ ശാപത്തിൽ ഒരു രോഗശാന്തിയെക്കുറിച്ച് പറയുന്നു. ശാപത്ത് ദിവസം സിനഗോഗിൽ യേശു ചെല്ലുകയാണ്. അങ്ങനെ വചനം വ്യാഖ്യാനിക്കുന്നതിനിടയ്ക്ക് കൈശോഷിച്ച ഒരുവനെ അവിടെ നിന്ന് സുഖപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ സിനഗോഗിൽ അങ്ങനെ പഠിപ്പിക്കുമ്പോഴും ശാപത്ത് ദിവസവും യേശു രോഗശാന്തിയൊക്കെ നൽകുന്നുണ്ട്. അപ്പൊ നിയമത്തിനും പരിസരവും ഒക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇവൻ എന്തെങ്കിലും കാണിക്കുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിയമാനുഷ്ഠാനത്തിന്റെ വഴിയിൽ നിന്ന് മാറി ഇവൻ എന്തെങ്കിലും ചെയ്യുമോ, പഴയ ആചാരങ്ങൾ ഇവൻ ലംഘിക്കുമോ എന്ന് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന മനസ്സിലാക്കിയിട്ടാണ് യേശു കൈശോഷിച്ച ഒരുവനോട് നടുക്കിലേക്ക് വരാൻ പറയുന്നു. അവനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു, അവന്റെ കൈ നീട്ടാൻ പറയുന്നു, അവന്റെ കൈ സുഖപ്പെടുത്തുന്നു. യേശുവിന് ഓരോ പ്രവൃത്തിയും ഒരു പാഠം നൽകലാണ്. യേശു എന്താണ് അതിലൂടെ പഠിപ്പിക്കുന്നത്? ശാപത്ത് നന്മ ചെയ്യാനുള്ള ദിവസമാണ്, കർത്താവിന്റെ ദിവസമാണ്, വിശുദ്ധമായ ദിവസമാണ്. അന്ന് നന്മ ചെയ്യാനുള്ള ദിവസമാണ്, അപരോന്മുഖമായിരിക്കേണ്ട ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഈ 7-ാം ദിവസം ശാപത്ത് ദിവസം സുഖപ്പെടുത്തുന്നതിലൂടെ യേശു പറയുന്നത് ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നാണ്. സ്വന്തം ഉടമാവകാശം വിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് പരമപ്രധാന കാര്യമാണ്. ഞാനല്ല ചെയ്യുന്നത്, കർത്താവാണ്. കർത്താവിന്റെ നാമത്തിൽ ചെയ്യാൻ എന്റെ പ്രവൃത്തിയോ അധ്വാനമോ അല്ലെന്നും ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്നും ഇത് അപരോന്മുഖമായ പ്രവൃത്തിയാണെന്നും വെളിപ്പെടുത്താനുള്ള ദിവസമാണ് ശാബത്ത്. യേശു സിനഗോഗിൽ ഈ കൈശോഷിച്ച ആളെ സുഖപ്പെടുത്തുമ്പോൾ പ്രഖ്യാപിക്കുന്ന ഈ കാര്യമാണ്. ലൂക്കാ 6:9 യേശു ചോദിക്കുന്നുണ്ട്, ശാബത്ത് നന്മ ചെയ്യുന്നുള്ള ദിവസമാണോ തിന്മ ചെയ്യുന്നുള്ള ദിവസമാണോ? ജീവൻ രക്ഷിക്കാനാണോ എന്ന് ശ്രമിക്കേണ്ടത്? ശാബത്ത് രക്ഷ നൽകുന്ന ദിവസമാകേണ്ടതല്ലേ? ജീവൻ രക്ഷിക്കേണ്ടതല്ലേ? അപ്പൊ ശാബത്ത് എന്ന് പറയുന്നതിനെ പ്രവൃത്തിയില്ലാത്ത നിർജീവമായൊരവസ്ഥയിൽ കൊണ്ടുപോയി കെട്ടിയ ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ശാബത്ത് യഥാർത്ഥത്തിൽ ജീവൻ നൽകുന്ന, സ്നേഹം നൽകുന്ന, സഹായം നൽകുന്ന
നന്മ പ്രവർത്തിക്കുന്ന ഒരു ദിനമായി മാറണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. പഴയ നിയമത്തെ എങ്ങനെയാണ് പരിവർത്തിപ്പിക്കുന്നത് നോക്കാം. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തെ പറഞ്ഞ എങ്ങനെയാണ്? സാബത്തിൽ ഒരു ജോലിയും ചെയ്യരുത്. നിയമാവർത്തനം പഠിപ്പിച്ചു അതുതന്നെയാണ്. സൃഷ്ടിയുടെ പൂർത്തീകരണമായ ദിവസം എന്ന നിലയ്ക്ക് വിശ്രമത്തിലേക്ക് ദൈവം പ്രവേശിക്കുന്നു. ആ ദൈവത്തോടൊപ്പമായിരിക്കാൻ വിശ്രമത്തിൽ ഏർപ്പെടണമെന്ന് പറയുന്ന പുറപ്പാട് പുസ്തകവും നിയമാവർത്തന ഗ്രന്ഥവും കടന്ന് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിങ്ങളെ മോചിപ്പിച്ച ദിവസത്തിന്റെ ഓർമ്മയാചരണമാണ് ഇത് നിങ്ങൾ ആചരിക്കേണ്ട ദിവസമാണ്, ഇത് ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള അടയാളമാണെന്ന് വീണ്ടും നിയമാവർത്തനം പഠിപ്പിക്കുന്നു. ക്രിസ്തുവാകട്ടെ ഈ അടയാളം എന്നത് വാസ്തവമാണ്, വിശുദ്ധമാണ്. എന്നാൽ ആ അടയാളം യഥാർത്ഥത്തിൽ അനുഭവപ്രദമാകേണ്ടത് നന്മ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ്, നിർജീവാവസ്ഥയിലൂടെയല്ല. നന്മ ചെയ്തുകൊണ്ടാണ്, ജീവൻ രക്ഷിച്ചുകൊണ്ടാണ്. പലപ്പോഴും യേശു ചോദിക്കുന്നുണ്ട്, സാബത്ത് ദിവസം നിങ്ങളുടെ കാളയോ ആടോ കിണറ്റി വീണാ നിങ്ങൾ അതിനെ വിമോചിപ്പിക്കില്ലേ? കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കെട്ടഴിച്ചു വിടുക. അപ്പൊ അതുകൊണ്ട് നന്മ ചെയ്യുക, സ്നേഹം പ്രവർത്തിക്കുക, പങ്കുവെക്കുക, അവരന് വേണ്ടി ആയിരിക്കുക എന്ന പരമമായ ധർമ്മത്തിലേക്ക് സാപത്തിന്റെ അകർമ്മണ്യഭാവത്തെ കർമ്മഭാവത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ക്രിസ്തുവിൽ. ഇത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് സാപത്തിനെ സംബന്ധിച്ച് നമുക്കൊരു മനോഭാവം ഉണ്ടാകണം. അതൊരു ആചരണത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല, ഞായറാഴ്ച ഒരു കുർബാന കൊണ്ട് തീർക്കാവുന്ന കാര്യമല്ല, മുഴുവൻ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിച്ചിരിക്കുകയോ ഭക്തകർമ്മങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കാവുന്ന കാര്യമല്ല. അത് കർമ്മമാർഗത്തിൽ ഉൾപ്പെടുന്നതാണ്. നന്മ ചെയ്യുക എന്നത് പരമപ്രധാനമാണ്. പഴയ നിയമകാലത്ത്, പഴയ ഉടമ്പടി കാലത്ത് 7-ാം ദിവസമാണ് സാപത്തെങ്കിൽ ഈ സാപത്ത് പരിവർത്തിപ്പിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തുവിലേക്ക്, ഉദ്ധാന ദിവസത്തിലേക്ക് വരുന്നു, അഥവാ ആരംഭ ദിവസത്തിലേക്ക് വരുന്നു. ഒരു പ്രവൃത്തിയുടെ അവസാനമായി ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ മാറ്റിയിട്ട് ഒരു പ്രവൃത്തിയുടെ ആരംഭത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. അതിനർത്ഥം പഴയ നിയമ സാപത്തിന് നിലനിൽപ്പില്ല എന്നാണ്. പഴയ നിയമ സാപത്തിന്റെ കാലം കഴിഞ്ഞു. കർത്താവിന്റെ ദിവസം പ്രവൃത്തിയുടെ ദിവസമാണ്, ഉദ്ധാനത്തിന്റെ ദിവസമാണ്, ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന ദിവസമാണ്. പഴയ നിയമത്തിൽ എവിടെയാണ് മനുഷ്യൻ അടിമപ്പെട്ടു പോകുന്ന ഒരു അധ്വാന ഭാരത്തിൽ നിന്ന് അവനെ വിമോചിപ്പിക്കുകയാണെങ്കിൽ, പുതിയ ലോകത്ത് ക്രിസ്തുവിലുള്ള ഒരു അധ്വാനത്തെക്കുറിച്ച്, നന്മയുടെ ജീവിതത്തെക്കുറിച്ച്, കരുണയുടെ ഒരു ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. ഉദ്ധിതനാകുന്ന കർത്താവിനോടൊപ്പം ജീവിതം ആരംഭിക്കുന്നതിന് നന്ദിയാണ് കർത്താവിന്റെ ദിവസം ഞായറാഴ്ച ആചരണം. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നുണ്ട്, പഴയ ക്രമത്തിൽ ജീവിച്ചിരുന്നവർ ഒരു പുതിയ പ്രത്യാശയിലേക്ക് വന്നിരിക്കുന്നു. സാപത്ത് ആചരിക്കാതെ പകരം കർത്താവിലൂടെയും അവിടുത്തെ മരണത്തിലൂടെയും നമ്മുടെ ജീവിതം ഉയർകൊണ്ട ദിനത്തിന്റെ ആചരണത്തിലൂടെയാണത്. പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ച് ആലോചിക്കണം. സാപത്ത് നമ്മൾ കൈവിടുകയാണ്, സാപത്തിനെ പരിവർത്തിപ്പിക്കുകയാണ് പുതിയ നിയമത്തിൽ. അത് ഉദ്ധിതനോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചാണ്. അവിടുത്തെ മരണത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ടത് എന്നത് ജീവിതം കൊണ്ട് അനുഭവപ്പെടുത്തുന്ന ഒന്നായിട്ട് ഞായറാഴ്ച ആചരണം മാറണം. അതുകൊണ്ട് പഴയ നിയമ സാപത്തിന്റെ കാർക്കശ്യഭാവത്തിലോ സാപത്തിനെ സംബന്ധിച്ച് യഹൂദ നിയമങ്ങളിലോ തടങ്ങിപ്പോകാതെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരാൻ പറ്റണം. നാം ക്രിസ്തുവിലൂടെ മരിച്ച് ഉദ്ധിതരാകുന്നു നമ്മൾ ഒരു പുതിയ ലോകക്രമത്തിലേക്ക്, ഒരു പുതിയ ജീവിത ദർശനത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ നന്ദിയാണ് കർത്താവിന്റെ ദിവസം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആചരണം പ്രധാനപ്പെട്ടതായി വരുന്നത്. ഞായറാഴ്ച കുർബാന ആചരണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമല്ലോ. ഞായറാഴ്ച കുർബാന ആചരണത്തിന്റെ പ്രാധാന്യം അതാണ്. ഒരു കൂട്ടായ്മയുടെ ദിവസമാണ്, കുർബാനയുടെ ദിവസമാണ്, ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തെ കൈവിടുകയല്ല, അതിനെ പരിവർത്തിപ്പിക്കുകയാണ്. പഴയത് വിശ്രമത്തിന്റെ ദിവസത്തിലേക്കാണെങ്കിൽ ഇത് കർത്താവിലാണ് നമ്മുടെ വിശ്രമം എന്ന ബോധ്യത്തിലേക്ക് ഞായറാഴ്ച ആചരണത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉദ്ധിതനോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മുടെ സാപത്ത് പറയുന്നത്. ഞായറാഴ്ച ആചരണങ്ങൾ അതിനുള്ള പ്രവേദിയായിട്ട് മാറണം. സാപത്ത് ആചരണത്തിന്റെ അഥവാ കർത്താവിന്റെ ദിനമായ ഞായറാഴ്ച ആചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 2178 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 പ്രധാന കാര്യങ്ങളാണ് അവിടെ നമുക്ക് ഓർക്കാൻ പറ്റുന്നത്. ഒന്ന്, ഇത് ക്രിസ്തുവിൽ നിറവേറിയ രക്ഷയുടെ അനുഭവമാണ്. അത് പകർന്നു നൽകാനായി സഭ എപ്രകാരമാണ് ഇത് ആഘോഷിച്ചത്. ഇവിടെ പഴയ ജീവിതത്തെ മുഴുവൻ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് മുൻപിൽ അർപ്പിക്കുകയും മറ്റുള്ളവർക്ക് അപ്പമായി മാറാൻ വേണ്ടി മുറിക്കപ്പെടുകയും ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് ഭക്ഷണമായി നാം സ്വയം സമർപ്പിക്കുകയും ചെയ്യുക എന്ന ധർമ്മത്തിലേക്ക്
മുറിച്ചു വിളമ്പലിന്റെ പാഠം ഉൾക്കൊണ്ടവരെന്ന നിലയ്ക്ക് ക്രിസ്തുവിൽ പ്രവർത്തനക്ഷമമാകേണ്ട ഒരു ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടേണ്ട ദിവസമാണ് ഞായറാഴ്ച. അത് എത്രത്തോളം സാധ്യമാകുന്നുണ്ട് എന്ന് വ്യക്തിപരമായി നാം ആലോചിക്കേണ്ടതാണ്. ജീവിതത്തെ അങ്ങനെ പ്രയോഗവൽക്കരിക്കാൻ കഴിയണം. അവരിന് വേണ്ടിയാകണം, മറ്റുള്ളവർക്ക് വേണ്ടിയാകണം. എനിക്ക് സ്വസ്ഥമാകാനും വിശ്രമിക്കാനും എന്ന് കരുതുന്നതിനേക്കാൾ അവരനു കൂടി വിശ്രമം നൽകാനുള്ളൊരു ദിവസമായി തിരിച്ചറിയുമ്പോഴാണ് സാബത്ത് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുക, ഞായറാഴ്ച ആചരണങ്ങൾ അർത്ഥപൂർണമായിട്ട് മാറുക. നാം ഇന്നൊരു വ്യക്തിപരമായ കാര്യം മാത്രമായിട്ട് കാണുകയാണ്. ഈ ഞായറാഴ്ച ആചരണങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഒത്തുചേരലൊക്കെ പരസ്പരമുള്ള ബന്ധത്തിനകത്തൊന്ന് ഉരുത്തിരിയേണ്ടതാണ്. പരസ്പരം ഒരു ബന്ധത്തിൽ നിന്ന് അത് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. 1 Corinthians 11:17 പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, പരസ്പരം ഉത്തേജിപ്പിക്കണം, നമുക്ക് ഒത്തുകൂടാം എന്ന് പറയണം. സൗഹൃദവും സ്നേഹവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കൂട്ടായ്മ എന്ന ബലം ഉണ്ടാകുന്നത്. കൂട്ടായ്മയ്ക്കകത്താണ് ബലിയർപ്പണം സാധുവായി തീരുക. ആചരണങ്ങളൊക്കെ അർത്ഥപൂർണമാകുന്നത് അതിന്റെ കേന്ദ്രബിന്ദുവിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരാളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് സ്നേഹപൂർണമായ ചില പ്രയോഗങ്ങൾ കൊണ്ടാണ്. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിലാണ്. അദ്ദേഹം ദേവാലയത്തിൽ പോകുന്ന ആളല്ല. ഇപ്പൊ മാനസാന്തരപ്പെട്ടതിന് ശേഷം നമ്മുടെ സ്ഥിരം പള്ളിയിൽ തന്നെയാണ്, പക്ഷെ അദ്ദേഹം ദേവാലയത്തിൽ വരുന്ന ആളല്ല. ഞാനുമായി നല്ല സൗഹൃദത്തിലാണ്. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം നന്നായി കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംഭാഷണവും ഒക്കെ പ്രശ്നമാണ്, കുടുംബത്തിൽ പ്രശ്നമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകൻ എന്നോട് ദേവാലയത്തിൽ വെച്ച് പറയുകയാണ്, ഇന്ന് അപ്പന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ മകനോട് പറഞ്ഞു വിട്ടു, അപ്പനോട് പോയി പറയണം, ഞാൻ പറഞ്ഞു, പള്ളി വരാൻ പറഞ്ഞു എന്ന് പറയണു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, സാധാരണ ദേവാലയത്തിൽ പോകാത്ത മനുഷ്യൻ, അവിശ്വാസം എന്നുള്ള ആളല്ല കേട്ടോ, അദ്ദേഹത്തിനൊന്നിനും നേരമില്ല. അദ്ദേഹം ഞായറാഴ്ചയും ജോലിക്ക് പോകും. അദ്ദേഹത്തിന് ഒന്നിനും നേരമില്ല, ഇതിനൊന്നും വലിയ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉപദേശം പറയുമ്പോൾ എന്നോട് പറയുന്നത്, മാർപ്പാപ്പ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല, പിന്നെയല്ലേ താൻ എന്ന് എന്നോട് നേരിട്ട് പറയുന്നയാളാണ്. അപ്പൊ അദ്ദേഹം വന്ന് ദേവാലയത്തിൽ വന്നു. ഞാൻ നോക്കുമ്പോൾ നല്ല അലക്കി തേച്ച ഷർട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയായി ഈ മനുഷ്യൻ വന്നേക്കാണ്. എനിക്ക് സ്നേഹത്തിന്റെ ശക്തിയിൽ അത്ഭുതം തോന്നിയൊരു നിമിഷമാണ്. അദ്ദേഹം അങ്ങനെ കുർബാനയ്ക്ക് വന്നു. ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് കയ്യൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അത് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിലെ കൊച്ചച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് പോകണം, എന്നിട്ട് അവരുടെ വീട്ടിനകത്ത് പോയി അച്ഛൻ അവരോട് കൂടെ അല്പനേരം ഇരിക്കണം, ഭക്ഷണം കഴിക്കണം, അവരറിയണ്ട ചെല്ലുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ഛൻ വൈകുന്നേരമായപ്പോൾ ബൈക്ക് കൊടുത്ത് ചേട്ടന്റെ വീട്ടിൽ പോയി. അവിടെ ചെല്ലുമ്പോൾ ഒരു സാധാരണ കുടുംബമാണ്. അവരെല്ലാം വട്ടം വളഞ്ഞിരുന്ന് ചട്ടിയും കലമൊക്കെ വെച്ച് അതിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അച്ഛനും ചെന്ന് അവിടെ ഇരുന്നു. അച്ഛൻ ചെന്നപ്പോൾ ഈ ചേട്ടന് ഭയങ്കര വിഷമമായി പോയി. കാരണം ഈ ഭക്ഷണം കഴിക്കുന്നത് ഈ നിലത്തിരുന്ന് ചുറ്റും വട്ടം വളഞ്ഞിരുന്നൊക്കെയാണ്. ഈ അച്ഛൻ എവിടെ ഇരുത്തും? അച്ഛൻ വേഗം അവരെ നടുക്ക് കയറിയിരുന്നു. എന്നിട്ട് ഇതിൽ നിന്നൊക്കെ വാരി തിന്നാൻ തുടങ്ങി. അതോടുകൂടി ആ മനുഷ്യന്റെ ഹൃദയം അരിഞ്ഞു. വർഷങ്ങളോളമായി കുമ്പസാരിക്കാത്ത, കൂതാശകളിലൊന്നും പങ്കുചേരാത്ത മനുഷ്യൻ ധ്യാനം കൂടാനും, ധ്യാനകേന്ദ്രത്തിൽ ചെന്നപ്പോ അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് ബഹളം ഉണ്ടാക്കിയപ്പോ അവിടെ ഈ ശുശ്രൂഷയ്ക്കായിരുന്ന കന്യാസ്വാമിയോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ടായവർ പറഞ്ഞു. ആ അച്ഛനും ആ മനുഷ്യനും ഒക്കെ പറഞ്ഞുകൊണ്ടാ വന്നത്, നിന്റെ ഒന്നും ഭാവം കാണാനല്ല. സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സ്നേഹപരമായ ഒരു ഉത്തേജനം കൊടുക്കുക എന്നുള്ളത് നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അത് ഉപദേശ രൂപേണയല്ല. നമുക്കൊത്തുകൂടാം, നമുക്ക് പള്ളി വെച്ച് കാണാം, ഞാനുണ്ടാവും വരൂല്ലേ എന്ന് ചോദിച്ചാൽ, ഞായറാഴ്ച പള്ളിയിൽ പോകണം, സാബത്ത് ദിവസമാണ്, വിശുദ്ധ ദിവസമാണ്, കടമുണ്ട് എന്ന് പറയുന്ന ഭീഷണിയേക്കാൾ വളരെ ഭംഗിയായി ഫലിക്കും. എനിക്കറിയാവുന്നൊരു പുരോഹിതൻ ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഷാപ്പിൽ പോകുമായിരുന്നു. ഉള്ള കാര്യമുണ്ട്, ഈ തൊടുപുഴ ഭാഗത്താണ്. അദ്ദേഹം അങ്ങനെ ചെന്നിട്ട് ഷാപ്പിലിരിക്കുന്ന കുടിയന്മാരോട് പറയും, കള്ളൊക്കെ കുടിച്ചു, നാളെ പള്ളി വന്നു.
ഷാപ്പുടമയോട് പറയും, നല്ലത് കൊടുക്കണേ, ഇത് നിങ്ങളുടെ ആരോഗ്യം നോക്കണം, പണിയെടുത്ത് ജീവിക്കേണ്ടവരാ. ഈ അച്ഛനെ കാണുമ്പോ എങ്ങനെയാണ് കൈയൊഴിയാൻ പറ്റുക? പാസ്റ്ററിങ്ങിന്റെ ശക്തി നോക്കണം. നമുക്കറിയാലോ മരിയ ജോൺ വിയാനിയെ കുറിച്ച്. വിശുദ്ധനായ മനുഷ്യൻ ആ ദേവാലയത്തിലേക്ക് ആളുകളെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന സ്നേഹം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ സ്നേഹവും കരുണയും ഒഴുകുന്ന ഒരു സമ്മർദ്ദം, സ്നേഹത്തിന്റെ സമ്മർദ്ദം ജീവിതത്തിൽ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയും. സ്നേഹിക്കുന്നു എന്ന് അനുഭവപ്പെടുന്നിടത്ത് കൂട്ടായ്മ ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്, ഈ ദിനം വരുമ്പോ ഉത്സാഹം ജനിപ്പിക്കണം. 1 Corinthians 11:17. ഹെബ്രായ ലേഖനം 10:25 ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ദിവസം അടുത്തു വരുമ്പോ ഉത്സാഹമുണ്ടാകും. പരസ്പരം ബന്ധങ്ങൾ വളർത്തുമ്പോഴാണ് നമുക്ക് കൂട്ടായ്മയായിരിക്കാൻ പറ്റുക. വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുക എന്നതിനർത്ഥം ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുക എന്നുകൂടിയാണ്. അങ്ങനെ സ്നേഹം മൂലമുണ്ടാകുന്ന ബന്ധങ്ങൾക്കകത്താണ് സ്വയം സമർപ്പണത്തിനുള്ള ത്വര ഉണ്ടാകുന്നത്, മുറിച്ചു വിളമ്പാനുള്ള ശേഷി ഉണ്ടാകുന്നത്. ആ മുറിച്ചു വിളമ്പലാണ് കുർബാനയുടെ രഹസ്യം. ആ മുറിച്ചു വിളമ്പലാണ് ഉദ്ധാനം വഴി ക്രിസ്തു പൂർത്തീകരിക്കുന്നത്. അങ്ങനെയാണ് പഴയ സാപത്തിനെ പുതിയതായി പരിവർത്തിപ്പിക്കുന്നത്. സാപത്ത് ഇവിടെ പഴയ വിശ്രമത്തിന്റെ, പഴയ ബോധ്യങ്ങളുടെ തലത്തിലല്ല. യേശു പറയുന്നുണ്ടല്ലോ, എന്റെ കർത്താവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ പക്ഷം നിന്ന് പ്രവർത്തിക്കാനുള്ള ദിവസമായി നമുക്ക് ഞായറാഴ്ച ആചരണങ്ങളെ കാണാൻ പറ്റണം. അത് ഒരു മുടക്ക ദിവസമായിട്ടല്ല, അത് ഒരു തുടക്ക ദിവസമായിട്ട് തിരിച്ചറിയാനും തുടങ്ങണം. ജീവിതം അപ്പോഴാണ് ഉത്സാഹഭരിതമായിട്ട് തീരുക. എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉത്സാഹം ഉണ്ടാകുക? നമുക്കറിയാലോ, ഒരു ആപത്തോ ദുരന്തമോ ഒക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യനെല്ലാം മറന്ന് ഉത്സാഹത്തോടെ പ്രവർത്തിക്കും. അങ്ങനെ അവനവനെ മറന്ന് അവരന് വേണ്ടി ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അവസരം നൽകുന്ന ഒരു കാര്യമാണ് ഞായറാഴ്ച ആചരണങ്ങൾ. അത് കേവലമായി ഒരു കൗദാശിക അർപ്പണത്തിൽ ഒതുക്കി എല്ലാം കഴിഞ്ഞു എന്ന ഭാവത്തിൽ സ്വന്തം കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകരുത്. അതേപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾക്കകത്ത്, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അവരോന്മുഖമായ, മറ്റുള്ളവർക്ക് വിശ്രമം നൽകുന്ന, മറ്റുള്ളവരെ കൂടുതൽ കംഫർട്ടാക്കുന്ന ഒരു ദിനമായിട്ട് മാറും. അങ്ങനെ മാറുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ഈ കാർക്കശ്യവും ഷാഢ്യവും ഒക്കെ വെടിഞ്ഞ് ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നവരായി മാറുക. നമുക്ക് നിയമാനുഷ്ഠാനത്തിന്റെ വഴിയിലൂടെ പഴയ കാർക്കശ്യത്തിന്റെ രീതി പോകാനല്ല, നീതി പ്രവർത്തിക്കുന്നവരാകാനാണ്. ആ നീതി സ്നേഹം മൂലമുള്ള പ്രവൃത്തിയാണ്. അവരനെ കൂടുതൽ ചേർത്ത് പിടിക്കാനും അവരുടെ ജീവിതത്തിനകത്ത് കരുത്ത് പകരാനും സ്വന്തം ജീവിതം എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സ്നേഹ അത് പഠിപ്പിക്കുന്നുണ്ട്. നന്മ ചെയ്യാൻ കൂടുതൽ എത്രത്തോളം കഴിയും, അതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഞാൻ എനിക്ക് വേണ്ടിയല്ലാതെ എത്രത്തോളം ജീവിക്കും. നാം ആചരിക്കുന്ന സാപത്തിനെ കുറിച്ച്, വിശുദ്ധ ദിന ആചരണത്തെക്കുറിച്ച് ഗൗരവമായ ആലോചന നമുക്കുണ്ടാകണം. ഒരു പഴയ നിയമ കാർക്കശ്യത്തിന്റെയും ഷാഢ്യത്തിന്റെയും നിയമാനുഷ്ഠാനത്തിന്റെയും ഭാഗത്തല്ല നാം കാണേണ്ടത്. ഉദ്ധിതനിൽ ഒത്തുചേരാനുള്ള അവസരമായിട്ടാണ്. അത് വിശ്രമത്തിന്റെ ദിവസമാണ്. ആ വിശ്രമമാകട്ടെ സ്വന്തം താല്പര്യങ്ങളിൽ നിന്നുള്ള വിമോചനമായിട്ടും നന്മ ചെയ്യാനുള്ള അവസരമായിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മളിപ്പോൾ വിശ്രമിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ്? TV കാണുക, ഫോണിൽ നോക്കിയിരിക്കുക, അതൊക്കെ വിശ്രമമായിട്ട് നമ്മൾ ധരിച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നും വിശ്രമമല്ല. കണ്ണുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തികളാണ് കൂടുതൽ അധ്വാനം. തലച്ചോറ് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് കൂടുതൽ അധ്വാനം. കായിക അധ്വാനത്തെക്കാൾ കൂടുതൽ നമ്മെ ഭാരപ്പെടുത്തുന്നതാണ്. അപ്പൊ ഹൃദയാലിവുള്ളവരാകാൻ, അപരോന്മുഖരാകാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പമാണ് ജീവിതം എന്ന ബോധ്യത്തോടെ ജീവിതത്തെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കാൻ, ഷാഢ്യങ്ങളിൽ നിന്ന് സൗഹാർദ്ദങ്ങളിലേക്കും കൂടുതൽ സ്നേഹപൂർണമായ പ്രവൃത്തികളിലേക്കും കാരുണ്യത്തിലേക്കും മൈത്രി ഭാവത്തിലേക്കും ഒക്കെ നമ്മെ ഉയർത്താൻ കഴിയുന്ന ഒരിടമായിട്ട് സാപത്തുകൾ മാറണം, ഞായറാഴ്ച ആചരണങ്ങൾ മാറണം. വിശുദ്ധ ദിനമാണ്, അതോടൊപ്പം നന്മ ചെയ്യാനുള്ള ദിവസമാണ്. വിശുദ്ധി എന്നത് സ്നേഹത്തിൽ ഒന്നായിരിക്കുക എന്നാണ്, കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ളതാണ്. നാം വേർതിരിക്കപ്പെട്ടവരാണെന്നും വേർതിരിക്കപ്പെട്ടത് എല്ലാവർക്കും വേണ്ടിയായിത്തീരാനാണ് എന്ന ബോധ്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ് വിശുദ്ധി എന്നതിന്റെ അർത്ഥം പരിപൂർണമാകുക. ഞാൻ എനിക്ക് വേണ്ടിയല്ലെന്നും അവരെന്നെ വേണ്ടിയാണെന്നും അതിനുവേണ്ടി എന്നെ ദൈവം വീണ്ടെടുത്തു എന്നൊരു ബോധ്യത്തോടെ, ക്രിസ്തുവിന്റെ ചൈതന്യത്തോടെ സാപത്ത് ആചരണങ്ങളിൽ പങ്കുചേരാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതായിട്ട് മാറണം, അവർക്ക് നന്മ നൽകുന്നതായിട്ട് മാറണം.
അത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാകരുത്. റോമർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം പറയുകയാണ്, നമ്മൾ സ്വയം പ്രീതിപ്പെടുത്തുന്നവരായി മാറരുത്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. അവനവനെ ഉപേക്ഷിച്ച് അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. ക്രിസ്തുഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അപരോന്മുഖമായ ജീവിതം ഉണ്ടാകും. ശാപത്തിന്റെ പരമമായ ലക്ഷ്യം അപരോന്മുഖതയിലാണ് പ്രകാശിതമാകേണ്ടത്. അത് അവനവനെ ഒഴിയുന്ന, അവനവന്റെ താല്പര്യങ്ങളിൽ നിന്ന് വിമോചിതമാകുന്ന, ഉദ്ധിതമാകുന്ന ഒരു അനുഭവമായി ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കപ്പെടേണ്ടതാണ്. ഒന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. നാം നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്, അയൽക്കാരന് വേണ്ടിയാണോ? അയൽക്കാരന്റെ ഉത്കർഷത്തിന് വേണ്ടിയുള്ളതാകണം നമ്മുടെ പ്രവൃത്തികൾ. അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? സാപത്താചരണത്തിന്റെ അനുഷ്ഠാനപരമായ ഷാഢ്യങ്ങളിൽ കുടുങ്ങിപ്പോകുമ്പോൾ നാം പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് അയൽപക്കക്കാരന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക എന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം നിഷേധിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് സാപത്താചരണത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റുക? തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന് പറയാൻ പറ്റുക? വിശുദ്ധിയിലാണ് ജീവിക്കുക എന്ന് പറയാൻ പറ്റുക? വിശുദ്ധി എന്നതിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ലളിതമായ ഉത്തരം ഒന്നേ ഉള്ളൂ: അവനവനെ കൈവിട്ട് അവരന് വേണ്ടി ജീവിക്കുക. ആ അവരൻ എന്ന് പറയുന്നത് ചുറ്റുവട്ടത്തുള്ള ഒരാളെ മാത്രം ഒതുക്കി നമുക്ക് ഇഷ്ടപ്പെട്ടവരിൽ മാത്രം ഒതുക്കി നിർത്താതെ പുറത്തേക്ക് കടത്താനാണ് ഈ അയൽക്കാരന്റെ കഥ പറയുന്നത്. നമ്മൾ അങ്ങനെയാണല്ലോ, ഇഷ്ടപ്പെട്ടവരെ മാത്രം എടുത്തിട്ട് അവർക്കൊക്കെ വേണ്ടിയാണെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കാഴ്ചവെക്കാൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ അതെല്ലാം നമ്മെ പ്രതിയാണ്. അതാണ് അയൽക്കാരനെ കുറിച്ച് പറയുന്നത്. അയൽക്കാരന്റെ നന്മയ്ക്ക് വേണ്ടിയാവണം. റോമലേഖനം 15:2 പറയാണ്, ഇത് അയൽക്കാരന്റെ നന്മയെ പ്രതിയാവണം, അവന്റെ ഉത്കർഷത്തിന് വേണ്ടിയാവണം. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ലളിതമാണ് ഉത്തരം: ക്രിസ്തു അങ്ങനെ ചെയ്തതുകൊണ്ട്. അങ്ങനെ ക്രിസ്തുവിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ഐക്യമുണ്ടാക്കുകയും സ്നേഹക്കൂട്ടായ്മയായി ലോകത്തെ മാറ്റുകയും ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം ഓർത്തുകൊണ്ട് വേണം നാം ഞായറാഴ്ച ആചരണങ്ങളിൽ പങ്കുചേരാൻ. അത് കേവല ആചാരമായി പരിണമിക്കാതെ അതിനകത്തുള്ള അകക്കാമ്പിനെ തിരിച്ചറിഞ്ഞ് ജീവിത പ്രയോഗമാക്കി മാറ്റാൻ നമുക്ക് അങ്ങനെ കഴിയണം എന്നാണ് റോമർ ലേഖനം നമ്മെ പഠിപ്പിക്കുക. റോമർ 15:6 പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഒത്തൊരുമിച്ച്, നിങ്ങൾ ഒത്തൊരുമിച്ച് എന്നാണ് വചനം പറയുക, നമ്മളെ കുറിച്ചാണ്. നമ്മൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവും രക്ഷകനും പിതാവുമായ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. അങ്ങനെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതായി, പിതാവിനെ മഹത്വപ്പെടുത്തുന്നതായി, ദൈവമഹത്വത്തിനായുള്ള ജീവിതമായി നമ്മുടെ ജീവിതം മാറണം. അതാണ് കർത്താവിന്റെ ദിനം വിശുദ്ധമായി ആചരിക്കുക എന്നതിന് അടിസ്ഥാനമായിട്ടും അകക്കാമ്പായിട്ടുമുള്ളത് എന്ന് തിരിച്ചറിയണം. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇനിയുള്ള സാപത്തുകൾ ശ്രദ്ധിക്കണം, വരുന്ന ഞായറാഴ്ചകൾ ശ്രദ്ധിക്കണം. ഞായറാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണോ മാറിത്തീരുന്നത്? 6 ദിനം അവനവന് വേണ്ടി കഠിനമായി അധ്വാനിച്ച് സ്വാർത്ഥത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ ആ സ്വാർത്ഥത്തിൽ കീഴ്പ്പെടാതെ അതിൽ നിന്ന് പുറത്തു കിടന്ന് പരനന്മയ്ക്ക് വേണ്ടി ജീവിതത്തെ അർപ്പിക്കുന്ന ഭാവത്തിലേക്ക് വരാൻ ഈ ആചരണങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തണം. ഈ ഓർമ്മപ്പെടുത്തലുകൾ ജീവിതത്തെ നിരന്തരമായി നയിക്കുന്നതായിട്ട് മാറും. അത് ഞായറാഴ്ച മാത്രം ചെയ്യാനുള്ള പ്രവൃത്തിയായിട്ടല്ല ഈ ഉദ്ധാനം. അതുകൊണ്ടാണ് പ്രവൃത്തിയുടെ ആരംഭ ദിവസം, തുടക്ക ദിവസം, അവസാനിക്കുന്ന ദിവസം തുടങ്ങുക. അതുകൊണ്ട് ജീവിതം മുഴുവൻ അപ്രകാരം പ്രകാശപൂരിതമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.